എംടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കഥാകൃത്ത് ടി പത്മനാഭൻ. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിലാണ് ടി പത്മനാഭന്റെ വിമർശനം. ദുശാസനൻ പാഞ്ചാലിയെ വലിച്ചിഴിക്കുന്ന രംഗം ഓർത്തുപോയി. ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നും ടി പത്മനാഭൻ. സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും നടപടികൾക്കെതിരെ വിമർശനവുമായി എത്തുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ. അമിതാധികാര പ്രവണതയ്ക്കെതിരെ MDയുടെ ഓർമ്മപ്പെടുത്തലിലെ അലിയൊലി അടങ്ങിയിട്ടില്ല. അതിനിടെയാണ് കണ്ണൂരിലെ പോലീസ് നടപടിക്കെതിരെ ദുശാസന്റെ കഥ പറഞ്ഞ് ചിലതൊക്കെ ആവർത്തിക്കപ്പെടുമെന്ന് കേരളത്തിന്റെ കഥാകാരൻ ടി പത്മനാഭന്റെയും ഓർമ്മപ്പെടുത്തൽ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ റിയ നാരായണൻ എന്ന പ്രവർത്തകയെ പോലീസ് നിലത്ത് തള്ളിയിട്ടതിനു ശേഷം തലമുടി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു വലിക്കുകയും വസ്ത്രങ്ങൾ കീറുകയും ചെയ്തിരുന്നു. ഈ രംഗത്തെ മഹാഭാരതത്തിലെ ഒരു രംഗവുമായി ടി പത്മനാഭൻ താരതമ്യം ചെയ്തു. രജസ്വലയും നിരാലംബിയുമായ പാഞ്ചാലിയെ ദുശാസനൻ വലിച്ചിഴിച്ച് രാജസഭയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വസ്ത്രം കീറുന്നു, വലിച്ചിഴയ്ക്കുന്നു. ആരും സഹായത്തിനെത്തുന്നില്ല. അന്ന് അപമാനിതയായ പാഞ്ചാലി ഒരു ശബ്ദം ചെയ്യുകയുണ്ടായി: കുരുവംശത്തിന് നാശത്തിന് ശേഷമേ എൻ്റെ അഴിഞ്ഞ മുടി ഞാൻ കെട്ടുകയുള്ളൂ. പിന്നീടുണ്ടായത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയോ പോലീസിനെയോ വിമർശിക്കാനല്ല താനിത് എഴുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. MDക്ക് പിന്നാലെ ടി പത്മനാഭൻ കൂടെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയതോടെ ഇതിനെ പ്രതിരോധിക്കുക CPMന് അത്ര എളുപ്പമാവില്ല. അമൃത ന്യൂസ്, കണ്ണൂർ.